നമ്മളിപ്പം ഹൈലൈറ്റിന്റെ ഫ്രണ്ടിലുണ്ട്. പലാക്സി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. പടമൊന്നും പൊട്ടൂല, നമുക്ക് കണ്ടറിയാം. അപ്പോൾ നമ്മുടെ വിജയ് ഫാൻസിനെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാം. മിക്കവാറും ഞാൻ ഏറി പോവും. ഇവനെ തൃശ്ശൂരിൽ നിന്ന് വലിച്ചു സമാധാനത്തിൽ ഉറങ്ങിക്കൊണ്ടിരുന്നവനെ വലിച്ചു കൊണ്ടുവന്ന് ഞാൻ അനുഭവിക്കും. ഹരി നമ്മളെ മാർക്കോയുടെ ട്രെയിലർ കണ്ട് അമ്പരം തിരികെയാണെന്ന് തോന്നുന്നു. കൊള്ളാം അല്ലേ മൊത്തത്തില്? പലാക്സി ഭയങ്കര അടിപൊളി ഇന്റീരിയർ ഒക്കെയാണ്. ഇത് കണ്ടില്ലേ, ഒരു ട്രീ ലൈക്ക് സ്ട്രക്ചർ, അവിടെ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ മൊത്തത്തിൽ കൊള്ളാം. വയലൻസ് ആണല്ലോ മാർക്കോ. അത് ഓഡി 3-8, നമ്മൾ 8-ലാണ് ഗൈസ് ചെയ്തിട്ടുള്ളത്, ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓഡി 8-ലാണ് ഇവിടെ 4K സപ്പോർട്ട് ചെയ്യുന്ന സ്ക്രീൻ ഉള്ളത്, ഡോൾബി അറ്റ്മോസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്രീൻ നമ്മൾ എടുത്താൽ. ഇത് കൂടാതെ സിഗ്നേച്ചർ സ്ക്രീൻ 2 ഉണ്ട്. അത് ഭയങ്കര ലക്ഷറിയസ് സീറ്റുകളാണ്. കപ്പിൾ സീറ്റൊക്കെ ഉണ്ട്. ഹരിക്കൊക്കെ ആവശ്യപ്പെടും, കാമുകിക്കായിട്ട് വരുന്നവർക്ക് ആവശ്യപ്പെടും. സോഫ സീറ്റ്, റിക്ലൈനറൊക്കെ ഉണ്ട്. சட்டப்படி குற்றமாகும். അമല് ആവറേജ് എന്നാണ് പറയുന്നത്. ഹരി പറയും കുറച്ച് കത്തി കൂടുതലാണ്, കുറച്ച് സ്ഥലം മാറി പോയി. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് കൂടി കഴിഞ്ഞിട്ട് ഫുള്ള് കണ്ടിട്ട് പറയാല്ലേ. വേറെ ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് വരാം. തുടങ്ങിയെന്ന് തോന്നുന്നു. അപ്പൊ നമ്മളീ എന്തൊക്കെ നടക്കുമെന്ന് കണ്ടറിയാം. മിക്കവാറും ഇവിടെ നമ്മളൊരു കട തുടങ്ങും. നല്ല ഇറക്കലാണ് അല്ലേ? പോയോക്കാം എന്താ നടക്കുന്നത് നോക്കാം. തുടങ്ങിയോ? തുടങ്ങി. ദൈവമേ, എന്നെ പുറത്ത് വെയിറ്റ് കൊല്ലാൻ അപ്പൊ എങ്ങനെ പരിപാടി? അപ്പൊ അടുത്തതായി പക്കാ ഫാനാ തൃശ്ശൂരിനൊക്കെ വന്ന് അങ്ങനെ നമ്മള് കങ്കുവ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. 2024 മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവി ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു മൂവിയായിരുന്നു കങ്കുവ. അതിൻ്റെ സ്റ്റാർട്ടിങ് ഫേസിലാണെങ്കിലും അതിൻ്റെ ഒരു ക്വാളിറ്റി, അവർ തരുന്ന ഒരു പോസ്റ്ററിൻ്റെ ആണെങ്കിലും ഒരു ഗ്ലിംസ് വീഡിയോ അവർ തന്നായിരുന്നു. അതിൻ്റെ 2 ട്രെയിലർ റീസെൻ്റ്ലി ഇറക്കിയപ്പോഴൊക്കെ ഇതിൻ്റെ ഹൈപ്പ് അങ്ങ് ഈ ലെവലിലെത്തി. ഇതിൻ്റെ പ്രൊമോഷൻ ടീമാണെങ്കിലും ഓരോ ഇവൻറ്റിലും കാണിക്കുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഒരു പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് തന്നെ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അതിൻ്റെ അപ്പുറം ഒരു ട്രെയിലറും ടീസറും കാര്യങ്ങളും എത്തില്ല. ഇത് വർക്ക് ചെയ്ത ഓരോരുത്തരുടെയും ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാണും, അവർ ആ വർക്കിൽ 100% കൊടുത്തിട്ടുണ്ട്. സൂര്യനെ സംബന്ധിച്ച് 200% കൊടുത്തിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ പ്രായത്തിലും പുള്ളിയുടെ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനൊക്കെ നമുക്ക് ഈ സിനിമയിൽ കാണാനുണ്ട്. പക്ഷേ ആ എഫേർട്ടിനൊന്നും വലിയ ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് മൂവിക്ക് ആസ് എ ഹോൾ പറ്റിയിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സീൻ ബൈ സീൻ നമ്മൾ ഇങ്ങനെ കാണുവാണ്. ഒന്ന് പ്രസൻറ്റ് സൂര്യനെ കാണിക്കും, പാസ്റ്റ് സൂര്യയിലേക്ക് പോകും.
ഈ ഒരു സീനുകൾ തമ്മിലോ ക്യാരക്ടേഴ്സ് തമ്മിലോ ഒന്നും ഒരു കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. നല്ല സ്റ്റോറി, നല്ല ഒരു വലിയൊരു വിൻഡോ തുറന്നു തരുന്ന രീതിയിലൊരു സ്റ്റോറി ലൈനായിരുന്നു ഇതിൻ്റെ. ലൈക്ക് നമ്മളെ ധീരയൊക്കെ പോലെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള മൂവീസൊക്കെ തന്നെ. കൽക്കിയെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, പാസ്റ്റ് പ്രസൻറ്റ്, അതിൻ്റെ ഒരു കൊളാബറേഷൻ, അങ്ങനെയെല്ലാം ആണ് ഇതിൻ്റെ പരിപാടി. പക്ഷെ എന്നിരുന്നാൽ കൂടി അതൊരു ഫ്രഷ് സബ്ജക്റ്റായിട്ട് നമുക്ക് ഇതിനെ ഇനിയും പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ ശിവ അണ്ണൻ ആയിപ്പോയി. പുള്ളിയുടെ പരിപാടി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പാസം വിട്ട് പിന്നെ ആശാൻ ഒരു കളിയില്ല. ഈ സിനിമയ്ക്കകത്ത് ഡിഫറെൻ്റ് ആയിട്ട് എന്തോ നമ്മൾ പ്രതീക്ഷിച്ചു കേട്ടോ. സത്യം പറഞ്ഞു ഒന്നുമില്ല. അതിൻ്റെ ഇടയിൽ അനാവശ്യമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്. യോഗി ബാബു, എന്തുവാ എൻ്റെ കിങ്സ്ലിയോ, ഒരു കിങ്സ്ലി, എൻ്റെ പൊന്നോ, വെറുപ്പീര് ക്യാരക്ടേഴ്സ്. ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ഒരു ടിപ്പിക്കൽ ഒരു ഓൾഡ് തമിഴ് മൂവി, അതായത് നായകൻ്റെ ഇൻട്രോയിൽ ഒരു സോങ് വേണം, സെൻറ്റിമെൻസിനൊരു സോങ് വേണം, ഈ ഒരു ഫൈറ്റ്, അതിൻ്റെ ഇടയിൽ കുറച്ച് പാസം. ഇത് സ്ഥിരം തമിഴ് സിനിമയുടെ ഒരു ഫാക്ടറായിരുന്നു. ഈ 2024 എന്തിനാണ് ശിവണ്ണ ഇതൊക്കെ കൊണ്ട് കുത്തി കയറ്റുന്നത്? ഇത് തന്നെയാണ് ഈ മൂവിയുടെ പ്രശ്നം. ആയിക്കോട്ടെ, പാസം ആയിക്കോട്ടെ, പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് അത് കണക്റ്റ് ആവണം. കണക്റ്റ് ആയില്ലെങ്കിൽ ഒരു കാര്യമില്ല. അങ്ങനെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മുടെ, അതായത് പ്രസൻറ്റ് സൂര്യ, ഇതൊരു ബൗണ്ടി ഹണ്ടർ ആയിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്. അതായത് ഗോവ ബേസ് ചെയ്തിട്ട് നമ്മുടെ പോലീസിനെയൊക്കെ സഹായിക്കുന്നത്. പോലീസിൻ്റെ ലിസ്റ്റിലുള്ള ആൾക്കാരെ ഇവരെന്ത് ചെയ്യും, പോയി പിടിച്ചുകൊണ്ട് കൊടുക്കും, അതിന് റിവാർഡ് കിട്ടും. ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറും അതിൻ്റെ കുറേ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഈ യോഗി ബാബുവും ടീമും ഒക്കെ. അങ്ങനെ ഈ പ്രസൻറ്റ് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലൈനിൽ നമുക്കും തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ഗ്ലിംസ് പോലെ കാണിക്കും കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടർ. അത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര പരിപാടിയായിരുന്നു കേട്ടോ. അങ്ങനെ പ്രസൻറ്റ് പോർഷനിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലൈനിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പാസ്റ്റിലേക്ക് ഇതിനെ കൊണ്ടുപോകുന്നത്. മൂവി മെല്ലെ പാസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കും. സത്യം പറഞ്ഞാൽ ഇൻട്രോ വരെ സൂര്യ കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രോ വരെ വലിയ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ പാസമാണ്. അതും നമുക്ക് തീരെ ഒരു കണക്ഷനും ഫീൽ ചെയ്യാത്ത, അല്ലെങ്കിൽ വെറുപ്പ് തോന്നുന്നൊരു ക്യാരക്ടറിനോടാണ് ഇവിടെ പാസ് എന്നുള്ളത്. നമുക്ക് തീരെ കണക്റ്റ് ആവാത്ത ഒരു സംഗതി ഈ മൂവിക്കകത്തുള്ളത്. അത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക, ഒരു കണക്ഷനും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ക്യാരക്ടേഴ്സ് തമ്മിൽ കണക്ഷൻ ഇല്ല. അതിനിടയിൽ ആരൊക്കെയോ മരിക്കും, ആരുടെയൊക്കെയോ തല വെട്ടും. ബോബി ഡിയോളിൻ്റെ ക്യാരക്ടർ വരും. ബോബി ഡിയോളിനൊന്നും പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ജസ്റ്റ് ഒരാളെ കുത്തിക്കൊല്ലുക, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. തല വെട്ടുന്നത് നമുക്കൊന്നും ഒരു സീനും, നമുക്ക് ഒരു ബ്ലഡ് തെറിയുന്ന സീൻ പോലും നമുക്ക് കോമഡി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടുള്ളത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രേക്ഷകർ ഡെവലപ്പായി എന്നുള്ളത് ഇപ്പോഴും ആ സ്ഥിരം പാറ്റേൺ ഡയറക്ടർ കൊണ്ട് നടക്കുന്നതിൻ്റെ പ്രശ്നമാണ്. ഒരു നായകൻ്റെ ഇൻട്രോയ്ക്ക് വേണ്ടിയിട്ടൊരു സോങ് വേണം, ഒരു സെൻറ്റിമെൻസിന് ഒരു സോങ് വേണം. അവസാനമാകുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താ, ഒരു പാർട്ട് 2 അനൗൺസ്മെൻറ്റും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവും. തിയേറ്റർ അങ്ങനെ നിന്ന് കത്തും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. പക്ഷെ സത്യം പറയാലോ, ആർക്കും ഒരു വികാരം ഉണ്ടായിട്ടില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമ സത്യം പറഞ്ഞാൽ ട്രെയിലറിലല്ല നമ്മൾ കണ്ട സെയിം വിഷ്വലും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്തും ഉള്ളൂ. അതൊരു തിയേറ്ററിൽ നിന്ന് നമ്മൾ കാണുന്നു. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആ മുതലേനായിട്ടൊരു ഫൈറ്റുള്ളൊരു സീനുണ്ട്. നമുക്കറിയാം, ട്രെയിലറിൽ കണ്ടിട്ടുണ്ട്, അതിനെ കത്തിയെടുത്ത് കുത്തി അതിനെ കീഴ്പ്പെടുത്തി സൂര്യ അതിനെ കീഴ്പ്പെടുത്തുന്നുണ്ട് എന്നുള്ള നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിൽ അങ്ങനെ ഒരു സീൻ, ഒരു ക്രൊക്കഡൈൽ വരുന്നൊരു സീൻ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് ഇതിനെന്താണെങ്കിലും തോൽപ്പിക്കാൻ പോവാണ്. അപ്പോൾ കാണുന്ന പ്രേക്ഷകന് എന്ത് ത്രില്ലിങ്ങാണ് അതുള്ളത്. മെയിൻ പ്രശ്നം അവിടെയൊക്കെയാണ് ഉള്ളത്. എത്രയൊക്കെ കഷ്ടപ്പെടും എന്നുള്ളതല്ല, നമ്മളെല്ലാം ഇവർ ഈ ട്രെയിലറിൽ കാണിച്ചിരിക്കുന്ന സെയിം സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. മെയിൻ കട്ട്സുകളൊക്കെ എടുത്തിട്ട് കട്ട് ഷോട്ടാക്കിയിട്ട് ഇതിനെ ട്രെയിലറാക്കി ഇറക്കി വിട്ടു.
പിന്നെ മൂവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഡെവലപ്മെൻ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇല്ലാതെ, ഒരു ക്യാരക്ടർ ബിൽഡിങ്ങോ ഒന്നുമില്ല. ഈ കങ്കുവ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അങ്ങ് കാണിക്കുകയാണ്. ഇൻട്രോ നന്നായിരുന്നു എന്നുള്ളതല്ലാതെ ആളുടെ കുറച്ചുകൂടെ ഈ ഗോത്രം ആയിട്ടുള്ള ആ ഒരു ട്രൈബ്സ് ആയിട്ടുള്ള ഒരു ഇൻറ്റിമസി അതൊക്കെ കാണിക്കാൻ ഒക്കെ അതിനോടൊരു സ്പേസ് ആ മൂവിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നും കാണിച്ചിട്ടില്ല. ഓരോ ക്യാരക്ടറും വരുന്നു പോകുന്നു, ഒരു കണക്ഷനും ഫീൽ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ മെയിൻ സംഭവം പാസം പോലും നമുക്ക് അങ്ങ് ഫീൽ ചെയ്യില്ല. ഇവിടെ തന്നെ മൂവി പാളി. അങ്ങനെ ഇൻ്റർവെൽ ആകുമ്പോഴത്തേക്കും ബോബി ഡിയോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കരുതും ഇത് ഒരു വലിയൊരു യുദ്ധം വരാൻ പോവുകയാണ് രണ്ട് ട്രൈബ്സും തമ്മിൽ. അതായത് സൂര്യയുടെ ട്രൈബ്സും ബോബി ഡിയോളിൻ്റെ ട്രൈബ്സും തമ്മിൽ വലിയൊരു യുദ്ധം, നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ട പോലെ പല ടെക്നിക്സ് വെച്ചിട്ടുള്ള യുദ്ധം ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷെ ഒന്നുമില്ല. ഇത് എല്ലാം ആ പാസം എന്ന് പറയുന്ന ആ ക്യാരക്ടറിലേക്ക്, ആ ചെക്കൻ്റെ ക്യാരക്ടറിലേക്ക് ഒതുങ്ങി. ആ ഒരു ക്യാരക്ടറാണെങ്കിൽ പോലും ചെയ്തത് തീരെ നമുക്ക് കൺവിൻസിങ് അല്ലാത്ത രീതിയിലാണ്. ആക്ടിങ് ഒക്കെ കുറച്ച് ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത്. തീരെ ഒരു കൺവേയിങ് അല്ലായിരുന്നു. അങ്ങനെ ഈ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ പ്രസൻറ്റും പാസ്റ്റും തമ്മിൽ മിക്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. അത് തന്നെ എന്തൊക്കെയോ എഡിറ്റ് ചെയ്ത് വെച്ച് കുറേ സീൻസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിനെല്ലാം കൂടെ അങ്ങ് മെർജ് ചെയ്ത് നമുക്കിങ്ങ് ഇട്ട് തരുന്ന പോലെ തോന്നിയത്. ഒട്ടും കൺവിൻസിങ് അല്ലായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റൊക്കെ ഒരു അരമണിക്കൂറിലധികം ഉണ്ട്. അതിങ്ങനെ നീട്ടിക്കൊണ്ട് പോവുകയാണ്. അതുപോലെ ഒരു ക്യാമിയോ റോളുണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും അറിയാം, കാർത്തിയുടെ ഒരു ടീം ലാസ്റ്റ് വരുന്നു എന്നൊക്കെ നമ്മൾ വലിയൊരു ഹൈപ്പിൽ നിൽക്കുന്നത്. ഇതൊക്കെ മാറ്റി എഴുതി പാസമാണ് ഇതിൽ ഈ മൂവിയിൽ ഫുള്ളായിട്ടുള്ളത്. അങ്ങനെ ക്ലൈമാക്സിനോട് എടുക്കുന്ന സമയത്ത് വലിയൊരു അരമണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഒരു ഫൈറ്റ് സീനാണ്. പാസ്റ്റും പ്രസൻറ്റും തമ്മിൽ മാറി മാറി കാണിച്ചുകൊണ്ട് ഒട്ടും കൺവിൻസിങ് അല്ലായിരുന്നു. സൂര്യ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ആ ഒരു ബോഡി റിവീലിംഗ് സീനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ വയസ്സിലും 6 പാക്കൊക്കെ ഉണ്ടാക്കി അതൊരു ക്യാരക്ടറിന് വേണ്ടി പുള്ളി അത് ചെയ്യാന്നൊക്കെ പറയുന്ന സമയത്ത് പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷൻ നമ്മളിതിനെ ഈ ഒരു മൂവിയിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. പുള്ളിയുടെ മാത്രമല്ല, ആർട്ട് വർക്ക് ആണെങ്കിലും എല്ലാം ആണെങ്കിലും. പക്ഷെ ആ ഫൈനൽ ഔട്ട്പുട്ട് പോരെങ്കിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ മൂവി ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് ആയിരുന്നു തന്നത്. കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇത്തരം സ്ക്രിപ്റ്റുകൾ നമ്മുടെ ഭാവിയിൽ ശിവ എടുക്കുകയാണെങ്കിലും സൂര്യ സാർ എടുക്കുകയാണെങ്കിൽ സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇനി നെക്സ്റ്റ് ഒരു പ്രതീക്ഷ ഉള്ളത് കാർത്തിക് സുബ്രാജിൻ്റെ സൂര്യ 44 എന്ന് പറയുന്ന മൂവിയാണ്. അത് അത്യാവശ്യം പണി അറിയാവുന്ന ആളാണ്. അവൻ ഒരു ഫാൻ ബോയ് സംഭവം ലോഡിങ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നോക്കാം. ഇനി വരാനുള്ളത് കാർത്തിക് സുബ്രാജിൻ്റെ കൂടെ സൂര്യ 44 ആണ്. അത്യാവശ്യം പണി അറിയാവുന്ന ഡയറക്ടറാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷ വയ്ക്കാവുന്നതാണ്. ലൈനപ്പ് ആണെങ്കിലും അടിപൊളിയാണ്. ഈ വാടിവാസിൽ വരാനുണ്ട്. കുറച്ച് നല്ല മൂവീസ് സൂര്യക്ക് കിട്ടിയേ പറ്റുള്ളൂ. കാരണം തിയേറ്ററിക്കൽ ഒരു സംഭവം പുള്ളിക്ക് ഇപ്പോൾ ഇല്ല. കുറച്ചായിട്ട് ബോക്സ് ഓഫീസിൽ കുറച്ച് കളക്ഷനൊക്കെ നേടുന്ന രീതിയിൽ പുതിയ പടം വരട്ടെ. എല്ലാവർക്കും നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.